ഹായ് ഗൈസ്, നമ്മുടെ എക്സ്റ്റെൻഡഡ് ഫാസ്റ്റിംഗിൻ്റെ തേർഡ് പാർട്ട് ഓഫ് വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ഇന്നലെ രാവിലെ 10 മണിക്കാണ് ഭക്ഷണം കഴിച്ച് അവസാനിപ്പിച്ചത്. ഇന്ന് വൈകുന്നേരം 4 മണിയായിരിക്കുന്നു. അതായത് ഏകദേശം 30 മണിക്കൂർ നമ്മൾ വിജയകരമായി പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ ലക്ഷ്യം വെച്ചിരുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് മസിൽ ലോസ് ഉണ്ടാകുന്നുണ്ടോ അതോ നമ്മുടെ അണ്ടർനീത്ത് സ്കിന്നിലെ ഫാറ്റ് ആണോ ബേൺ ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ നമുക്ക് ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, അതിൻ്റെ ഒരു കമ്പാരിസൺ മനസ്സിലാവുന്നതാണ്. നമുക്ക് മസിൽ ലോസ് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മുടെ മസിൽസ് ഒക്കെ കുറച്ചും കൂടെ ഷ്രെഡഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നവർക്ക് തന്നെ മനസ്സിലാവുന്നത് നമുക്ക് മസിൽ ലോസ് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ആപ്സ് ഒക്കെ കുറച്ചുകൂടെ വിസിബിൾ ആയിട്ടുണ്ട്. അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ അണ്ടർനീത്ത് സ്കിന്നിലുള്ള ഫാറ്റ് കുറച്ചുകൂടെ ബേൺ ചെയ്തിട്ടുണ്ട്. അതായത് ബോഡി ഫാറ്റിനെ കുറച്ചുകൂടെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിരിക്കുന്നത്. ഫാറ്റിനെ കൺവേർട്ട് ചെയ്ത് കീറ്റോൺ ബോഡീസ് ആക്കുന്നു. അപ്പോൾ കീറ്റോൺ ബോഡീസ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ എൻ്റെ ശരീരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നോർമൽ ഗ്ലൂക്കോസ് ഉപയോഗിച്ചിട്ട് അല്ല. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ മറ്റൊരു ഉദാഹരണം കാണിച്ചിരുന്നു. അതായത് എൻ്റെ സ്കിൻ ഏകദേശം ഒരു ചപ്പാത്തി മോഡലായിരുന്നു. അപ്പോൾ ഈ ഒരു ഇവിടുത്തെ സ്കിന്നൊക്കെ ഏകദേശം ഒരു റുമാലി റൊട്ടി പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും കറക്റ്റ് റുമാലി റൊട്ടി പോലെ ആകുമായിരിക്കാം. അപ്പോൾ ഇനി ഞാൻ ഉടനെ തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. രാത്രി ഏകദേശം 7:30 ശേഷമായിരിക്കും ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. അതൊരു ചാലഞ്ചിന് വേണ്ടിയിട്ടല്ല. ഞാനിവിടെ ഒരു പി ജിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ പി ജിയിൽ രാത്രി 7:30 ശേഷം മാത്രമേ ഉള്ളൂ ഇനി ഒരു ഫുഡ് സെർവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 7 വരെ പിടിച്ച് നിൽക്കണം. അപ്പോൾ നമ്മൾ ഏകദേശം 33 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഒരു ചലഞ്ചായിട്ട് ആർക്കും ഏറ്റെടുക്കും. ഞാൻ ആരെയും ചലഞ്ച് ചെയ്യുന്നില്ല. പക്ഷേ പലപ്പോഴുമൊക്കെ നമുക്കൊരു എക്സ്റ്റെൻഡഡ് ഫാസ്റ്റിംഗ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ ബോഡി കൂടുതൽ ഫാറ്റ് അഡാപ്റ്റഡ് ബോഡി ആകും. അപ്പോൾ ഇത് എങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മെഡിക്കൽ സൂപ്പർവിഷനിൽ മാത്രം ചെയ്യുക. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഈ ഒരു ഫാസ്റ്റിംഗ് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് നോർമലായിട്ടുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് തന്നെ ചെയ്യാൻ മതിയാകും. അതിനെക്കുറിച്ചുള്ള വീഡിയോസ് നമുക്ക് തുടർന്ന് ചെയ്യാവുന്നതാണ്. ഓക്കെ ഗൈസ്, നമുക്ക് മറ്റൊരു ചാലഞ്ച് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ.